ഹായ്, ഗുഡ് മോർണിംഗ് ഗേസ്. വെൽക്കം ടു ലക്ഷദ്വീപ്. രണ്ടാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഒരു അതിമനോഹരമായ ഒരു കാഴ്ച കാണിച്ചു തരാം. കണ്ടില്ലേ ഫ്രണ്ട്സ്, എത്ര മനോഹരമാണ് സൺറൈസ്. ഇവിടെ കറക്റ്റ് ഒരു 6:45 ആയിട്ടുണ്ടാവും. ആ ടൈമിനാണ് ഈ കാഴ്ച. കപ്പിൽ നിന്ന് അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്, ഭയങ്കര മനോഹരമാണ്. അതിൻ്റെ തൊട്ടടുത്തൂടെ ഒരു ബോട്ട് പോകുന്നത് കാണുന്നില്ലേ, എന്താണ് ഭംഗിയില്ലേ, ഒരു രക്ഷയില്ല. അത്രയും ബ്യൂട്ടിഫുൾ വ്യൂ ആണ് ഗൈസ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഏകദേശം കരയ്ക്കടുക്കാറായി. എൻ്റെ ബാക്കിൽ കാണുന്നതാണ് കൽപ്പനി ഐലൻഡ്. ഇന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് കൽപ്പനി ഐലൻഡിലാണ്. ഇന്ന് നമ്മുടെ ലക്ഷദ്വീപിലെ ഫസ്റ്റ് ഡേ ആണ്. അപ്പോൾ കപ്പൽ ഏകദേശം കരയ്ക്കെത്തിയിട്ടുണ്ട്. ഫുള്ളായിട്ട് കപ്പൽ എടുക്കില്ല, അതുകൊണ്ട് ആൾക്കാരെ ഇറക്കാൻ വേണ്ടി വരുന്ന ബോട്ടാണ് ആ കാണുന്നത്, കണ്ടില്ലേ. അപ്പോൾ അതിൽ നിന്ന് കപ്പലിൽ നിന്ന് ആൾക്കാരെ ബോട്ടിലേക്ക് കയറ്റിയിട്ട് ഐലൻഡിലേക്ക്, കൽപ്പനി ഐലൻഡിലേക്കാണ് എത്തിക്കുന്നത്. നമ്മൾ അങ്ങനെ തന്നെയാണ് അങ്ങോട്ട് പോവേണ്ടത്. നമുക്ക് ഫുള്ളായിട്ട് കപ്പൽ കൽപ്പനി ഐലൻഡിൽ കരയ്ക്ക് അടുക്കില്ല. അപ്പോൾ ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, ഒരുപാട് ബോട്ടുകളുണ്ട് കേട്ടോ. ആൾക്കാർ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, കണ്ടില്ലേ. അടിപൊളി കാഴ്ചയാണ് കേട്ടോ. ആൾക്കാർ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ബോട്ടുകൾ വന്നിട്ടുണ്ട്. അവിടെയുള്ള ആൾക്കാരെയാണ് ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് കൽപ്പനി ഐലൻഡിലേക്ക് വന്നിട്ടുള്ള അവിടുത്തെ ആൾക്കാരെയാണ് ഇപ്പോൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. ടൂറിസ്റ്റുകളെ ഇറക്കാനുള്ള ടൈം ആയിട്ടില്ല കേട്ടോ. ടൂറിസ്റ്റുകളെ ഒരു 8 മണി ഈ ടൈമിനാണ് അവർ ഐലൻഡിലേക്ക് കൊണ്ടുപോകത്തുള്ളൂ. ഇപ്പോൾ അവിടെയുള്ള ആൾക്കാരെയാണ് ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ സൺറൈസും കാര്യങ്ങളും നല്ല കാഴ്ചകളുമായിട്ട് നമ്മളിങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ടൈം ആയിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് വരാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. ഉപ്മാവ്, ചട്നി, മുട്ട, പഴം, പിന്നെ ബ്രെഡ്, ജാം, അങ്ങനെ വെറൈറ്റി പലതരം ഐറ്റംസ് ഉണ്ട്. നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ്. കറക്റ്റ് ഒരു 7-7:30 മണി, അതാണ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈം. അനൗൺസ്മെൻറ്റ് കേട്ടവരോട് നമ്മൾ വന്ന് ഭക്ഷണം കഴിക്കുക. ആ ടൈമിനുള്ളിൽ നമ്മൾ ഭക്ഷണം കഴിക്കണം, കാരണം നമ്മൾ 8 മണിയാകുമ്പോഴേക്ക് ഐലൻഡിലേക്ക് ഇറങ്ങും. അപ്പോൾ അങ്ങനെ ഭക്ഷണം എല്ലാം കഴിഞ്ഞു. നമ്മൾ ഐലൻഡിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റിങ്ങിലാണ്. ജാക്കറ്റും കാര്യങ്ങളും ഇട്ടാൽ മാത്രമേ ബോട്ടിലേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. സേഫ്റ്റി മുഖ്യം. അപ്പോൾ അതൊക്കെ ധരിച്ചു നമ്മൾ കപ്പലിലേക്ക് കയറി. ഇപ്പോൾ കൽപ്പനി ഐലൻഡിലേക്കുള്ള യാത്രയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഞാൻ പറഞ്ഞല്ലേ, ഇന്ന് കൽപ്പനി ഐലൻഡിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇന്ന് അവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ നമുക്ക് കാണാം. നമ്മുടെ കപ്പലാണ് കിടക്കുന്നത് കേട്ടോ, അതിമനോഹരമാണ്. കപ്പൽ വെള്ളത്തിൽ ഇങ്ങനെ കിടക്കുമ്പോൾ നൈസല്ലേ. അപ്പോൾ നല്ല കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട് കേട്ടോ. ഏകദേശം നല്ല കുറച്ച് ലോങ്ങിലാണ് കപ്പൽ നിർത്തിയിട്ടിരിക്കുന്നത്. അവിടെ നിന്ന് നമുക്ക് ഐലൻഡ്, അതിൻ്റെ ബാക്കിൽ നമുക്ക് കാണാൻ പറ്റും ഐലൻഡ്. അവിടത്തേക്ക് ആണ് നമ്മുടെ യാത്ര. അവിടെ എത്തണം നമ്മൾ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ സേഫ്റ്റിയാണ് മുഖ്യം. നമ്മൾ ജാക്കറ്റും കാര്യങ്ങളും ഇട്ടാൽ മാത്രമേ നമുക്ക് കപ്പലിലേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ കൽപ്പനി ഐലൻഡിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ വണ്ടി. ഈ വണ്ടിയിലാണ് നമ്മൾ പോകുന്നത്. ഇതൊക്കെ പാക്കേജ് ഇൻക്ലൂഡഡ് ആണ് കേട്ടോ, ട്രാവൽസും എല്ലാ കാര്യങ്ങളും. ഇന്ന് നമ്മൾ പോകുന്നത് റിസോർട്ടിലേക്കാണ്. കൽപ്പനിയിലെ ഒരു റിസോർട്ടിലാണ് ഇന്ന് നമ്മുടെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ അങ്ങോട്ടുള്ള യാത്രയാണിത്. ശരിക്കും നമ്മുടെ കേരളം പോലെ എനിക്ക് തോന്നി. ഫുള്ള് തെങ്ങാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ റിസോർട്ടിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ റിസോർട്ട്. ഇന്ന് ഇവിടെയാണ് നമ്മൾ ചിലവഴിക്കുന്നത്. ഇന്നത്തെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചാണ് നടക്കുന്നത്. സ്നോ ക്ലീനിങ്, പിന്നെ കയാക്കിംഗ് ഒക്കെ ഇവിടെ വെച്ചാണ് നടക്കുന്നത്. അപ്പോൾ ഈ റിസോർട്ടിൻ്റെ പേര് കൂമൽ ബീച്ച് റിസോർട്ട് കൽപ്പനി ഐസ്ലാൻഡ് എന്നാണ്. കൂമൽ ബീച്ച് റിസോർട്ട്. ഓക്കെ. അപ്പോൾ ഇവിടെ ഒരു വെൽക്കം ടു കൽപ്പനി ലക്ഷദ്വീപ് എന്നൊക്കെ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ടയറിലാണ് കേട്ടോ. അടിപൊളി. ഓക്കെ, പേരെന്താ? ഹബീബ്. അങ്ങനെ ഹബീബ് എന്ന ഒരാളെ പരിചയപ്പെട്ടു. ഇവിടെ റിസോർട്ടിൽ ജോലി ചെയ്യുകയാണ്. അപ്പോൾ നല്ല മനുഷ്യനാണ്.
കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിരുന്നു നമ്മൾ. അങ്ങനെ നമ്മുടെ വെൽക്കം ഡ്രിങ്ക് ഏരിയ ആണിത്. നമുക്ക് ചെറിയൊരു വെൽക്കം ഡ്രിങ്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഇതൊരു ഓഫീസാണ്. ഇത് ഗവൺമെൻറ്റിൻ്റെ റിസോർട്ടാണെന്ന് കേട്ടിട്ടുള്ളത്. അപ്പോൾ ഇളനീറ്റിൻ്റെ വെള്ളമാണ് നമുക്ക് വെൽക്കം ഡ്രിങ്ക് ആയിട്ട് അവർ നൽകുന്നത്. ഇതെല്ലാം ലക്ഷദ്വീപ് സ്വദേശികളാണ്. താങ്ക് യു. നല്ല വെയിലായതുകൊണ്ട് തന്നെ നല്ല രസമുണ്ടായിരുന്നു കുടിക്കാൻ. അടിപൊളി, നൈസ്. അപ്പോൾ ബീച്ചിലെ ഒരു ചെറിയ കാഴ്ചകളാണ് ഇതൊക്കെ. നമുക്ക് ദൂരെ കടൽ കാണാൻ പറ്റുന്നുണ്ട്. ഫുള്ള് തെങ്ങാണ് കേട്ടോ. ഇവിടെ തെങ്ങ് കൃഷിയാണ് മെയിൻ. ഊഞ്ഞാലൊക്കെ ഉണ്ടല്ലോ, ആടാം. ഇതൊരു കടയാണ്. കട നോമ്പായത് കൊണ്ട് തുറന്നിട്ടില്ല ഇപ്പോൾ. നമ്മൾ മോർണിംഗ് അവിടെ എത്തിയില്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്വപ്നമായ ലക്ഷദ്വീപിലെ ഫസ്റ്റ് കാഴ്ച. എന്താ കളറിലെ, ഇതാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. ഭയങ്കര രസമാണ് കാണാൻ. നീല കളറ് ഉജാലയിൽ മുക്കിയാൻ തോന്നും. അത്രക്കും മനോഹരമാണ് കേട്ടോ. രക്ഷയില്ല. നേരിട്ട് കാണുമ്പോഴേ അതിൻ്റെ ഭംഗി നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ഇത് റിസോർട്ടിന്റെ ഏരിയ ആണ് ഫുള്ളായിട്ട്. കൂമൽ റിസോർട്ട് ഞാൻ പറഞ്ഞിരുന്നില്ലേ, ഗവൺമെന്റിന്റെ അണ്ടറിൽ വരുന്ന റിസോർട്ടാണെന്നാണ് അറിഞ്ഞിട്ടുള്ളത്. കറക്റ്റ് അറിയില്ല. അപ്പോൾ ഇത് നമ്മുടെ ഫ്രണ്ടാണ് കേട്ടോ, നമ്മുടെ ബോംബെ വാല, മുംബൈ വാല, ഇപ്പോഴത്തെ മുംബൈ, ഗ്യാരി. ഹായ് ഗ്യാരി. ഈ കാണുന്നതാണ് നമ്മുടെ റിസോർട്ടിന്റെ ഒരു വ്യൂ. എല്ലാ കാര്യങ്ങളും സെറ്റപ്പുകളും ടൂറിസ്റ്റുകളുടെ എല്ലാ സൗകര്യങ്ങളും അവർ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഭക്ഷണം കഴിക്കാനുള്ള ഏരിയ എല്ലാം അവിടെ സെറ്റാണ്. അപ്പോൾ ഗേസ്, ഇതാണ് നമ്മുടെ കൂമൽ റിസോർട്ടിലെ ബീച്ച് വ്യൂ. നൈസാണ്, ഒരു രക്ഷയിൽ അടിപൊളിയാണ്. അവിടുത്തെ ജോലിക്കാരാണ് കേട്ടോ അതൊക്കെ. ഇതാണ് ഒരു രക്ഷയില്ലാത്ത. എത്ര മീനുകളാ! ഓ, ഒരു ലോഡ് മീനുണ്ട് കേട്ടോ. എന്തോ ഒരു പേര് പറഞ്ഞിരുന്നു, എന്നോട് മറന്നുപോയി. അടിപൊളി. ഓടിക്കളിക്കുന്നൊക്കെ ഒരു 100 കണക്കിന് മീനുകളുണ്ട് അതില്. ക്രിസ്റ്റൽ ക്ലിയർ വെള്ളമാണ് കേട്ടോ. നമുക്ക് അടിഭാഗം വരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്നോ ക്ലീനിങ് ആണ്. അവിടത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. നമ്മുടെ ബോട്ട് അവിടെ വന്ന് കിടപ്പുണ്ട്, ഉണ്ടല്ലേ. നല്ല സാധനങ്ങളെല്ലാം അവർ തൂക്കിക്കൊണ്ട് പോവുകയാണ്. ഇവിടുന്ന് വേറൊരു ഐലൻഡിലേക്ക് പോകണം. എന്തോ പിറ്റി നട്ട ഐലൻഡിൻ്റെ പേര്, അത് ഞാൻ കറക്റ്റ് ഞാൻ പിന്നീട് പറഞ്ഞു തരാം. അപ്പോൾ ഇത് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണ് കേട്ടോ. നമ്മളിങ്ങനെ നടക്കുമ്പോൾ ബാലൻസ് ചെയ്ത് നടന്നില്ലെങ്കിൽ വെള്ളത്തിൽ വീഴും. ഇതാ ഇപ്പം എല്ലാം കൂടി പച്ച കളറായിട്ടുണ്ട്. കളറ് മാറി, ഇടയ്ക്കിടയ്ക്ക് മാറുന്നുണ്ടോ, കണ്ടില്ലേ? എന്തൊരു കളറാ നോക്കിയേ. ഓഹ്, രക്ഷയില്ല. അടിപൊളി കളറ്, ഫുള്ള് പച്ച കളറ്. അടി വരെ നമുക്ക് ക്ലിയർ കണ്ണാടി പോലെ കാണാൻ പറ്റും. പക്ഷെ നല്ല അത്യാവശ്യം നല്ല താഴ്ചയുണ്ട് കേട്ടോ. ഒരാൾ മുങ്ങിപ്പോവും. കാണുമ്പോൾ നമുക്ക് ആ താഴ്ചയില്ലാത്തവരെ തോന്നും, പക്ഷെങ്കിൽ ഒരാൾ മുങ്ങാനുള്ള ഒരു താഴ്ചയുണ്ട്. അപ്പോൾ എന്താ വ്യൂ അല്ലേ? ക്രിസ്റ്റൽ ക്ലിയർ വാട്ടറാണ്. അതാണ് മെയിൻ. നമുക്ക് കുടിക്കാൻ തോന്നും, പക്ഷെ ഉപ്പ് വെള്ളമാണ്. കണ്ടില്ലേ എന്തൊരു ഭംഗിയാണ്. ഈ ഒരു കളറാണ് അതിൻ്റെ ഹൈലൈറ്റ്. ഒരു രക്ഷയില്ല, അടിപൊളി വ്യൂ ആണ്. അടി വരെ നമുക്ക് കാണാൻ പറ്റും. ക്രിസ്റ്റൽ ക്ലിയർ, അതന്നെ. അത്രയും ക്ലിയർ വാട്ടറാണ്.
അപ്പോൾ കേസ് ഇപ്പം നമ്മൾ പോകാൻ പോകുന്നത് ഒരു ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, സ്നോക്ലിംഗ്. അപ്പോൾ ഈ ബോട്ടിലാണ് നമ്മളിപ്പോൾ അങ്ങോട്ടേക്ക് പോകേണ്ടത്. അപ്പോൾ ഈ ബോട്ടിൽ നിന്ന് വേറൊരു ഐലൻഡിലേക്ക് നമുക്ക് പോകാനുണ്ട്. അവിടെ വെച്ചിട്ടാണ് ഈ സ്നോക്ലിംഗ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ചെറിയ ബോട്ടാണ്. അതിന്റെ കളർ നോക്കിയാൽ നിങ്ങൾ, എന്തായാലും ഭംഗി. വെള്ളം നല്ല പളുങ്ക് പോലെ ഇരിക്കുന്നു. നല്ല വ്യൂ ആട്ടോ. എന്താണെന്നറിയില്ല, നമ്മൾ കേരളത്തെ പോലെ തന്നെ നല്ല ചൂട് തന്നെയാണ്. പക്ഷേങ്കിൽ നമ്മുടെ ഈ കാഴ്ച കാണുമ്പോൾ നമ്മൾ ചൂടൊക്കെ മറക്കും. പക്ഷെ വെള്ളത്തിൽ നല്ല പിന്നെ കളി അല്ലേ. നീലവെള്ളം മാറി ഇപ്പം വെള്ളമായി. ഓരോ ഏരിയയിലെത്തും ഓരോ കളറാണ്. അതാണ് ഇതിന്റെ മെയിൻ അട്രാക്ഷൻ. ആ കാണുന്നതാണ് നമ്മുടെ ആക്ടിവിറ്റി നടക്കുന്ന ഐലൻഡ്, പിറ്റി ഐലൻഡ്. പിറ്റി PITTY ഐലൻഡിന്റെ പേരാണ്. ചെറിയൊരു ഏരിയ ആണ് കേട്ടോ. വെള്ളം നോക്കി ചാടാൻ തോന്നും. അങ്ങനെ നമ്മൾ അവിടെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വെള്ളത്തിലേക്ക് ചാടാം. നല്ല തണുപ്പുണ്ട് കേട്ടോ വെള്ളത്തിന്. പുറമെ ചൂടാണെങ്കിലും വെള്ളം നല്ല കൂളിംഗ് ആണ്. ആ കാണുന്നത് എന്താണെന്ന് മനസ്സിലായോ? ഇതാണ് മാർക്കറ്റിൽ ലക്ഷങ്ങൾ വിലയുള്ള സീ കുക്കുംബർ എന്ന പേരുള്ള ഒരു മത്സ്യമാണോ ജീവിയാണോ എന്നറിയില്ല. കടലിൽ അതിന് ജീവനുണ്ട്. തൊടുമ്പോൾ ഒരുമാതിരി എന്താ പറയാ, സ്പോഞ്ച് പോലെയാണ്. ഇതിനെ തൊടാനൊന്നും പാടില്ല ശരിക്കും. ഫസ്റ്റാണ്, ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്. അതുകൊണ്ട് ഒരു എക്സൈറ്റ്മെന്റിൽ എടുത്തു, വീഡിയോ എടുക്കാനും വേണ്ടിയിട്ട് എടുത്തതാണ്. കണ്ടില്ലേ, ഒന്നും നല്ല ഇഷ്ടം പോലെ അവിടെ കിടക്കുന്നുണ്ട്. അത് അങ്ങനെ പിടിക്കുമ്പോൾ അവന്റെ ബേക്കുന്ന എന്തോ ഒരു വെള്ളം പോലെ ഇങ്ങനെ വരും. അപ്പോൾ ഗേസ്, ഇതാണ് നമ്മുടെ പിറ്റി ഐലൻഡ്. ഇവിടെ വെച്ചാണ് നമ്മുടെ ആക്ടിവിറ്റിയായ സ്നോക്ലിംഗ് നടക്കുന്നത്. ഇത് ഒരു പാമ്പാണെന്ന് പറഞ്ഞിട്ട് പേടിപ്പിച്ച് വെച്ചിരിക്കുക. എന്താണെന്നറിയില്ല. കല്ലൊന്നെടുത്ത് മാറ്റി നോക്കാം. മോനെ, അതെന്താണത്? നമ്മുടെ നാട്ടിലെ മൈഞ്ഞില് പോലെ ഉണ്ട് പാമ്പ്. കടൽ പാമ്പ് എന്നൊക്കെയാണ് ഇവര് പറഞ്ഞിട്ടുള്ളത്. ശരിക്കറിയില്ല. ഇപ്പൊ നമ്മളെ ഗൈഡ് കുറച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു നമുക്ക്. ഇതാണ് സ്നോക്ലിംഗ്. ഇവിടെ വെച്ചാണ് നമ്മൾ സ്നോക്ലിംഗ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇതാണ് ഇതിന്റെ സെറ്റപ്പ്. ഇത് അതിന്റെ കുയല് പോലെ നമ്മളെ വായില് വെക്കണം, ഉണ്ടല്ലേ. കവർ ചെയ്യണം. മറ്റേത് ഗ്ലാസ് ആണ്, അത് നമ്മളെ കണ്ണില് വെക്കുക. എന്നിട്ട് വെള്ളത്തിലേക്ക് ഇങ്ങനെ നോക്കുമ്പോഴേ നമുക്ക് ക്ലിയർ ആയിട്ട് മീനുകളെ കാണാൻ പറ്റും. മീനുകൾ മാത്രമല്ല, അടിയിൽ എന്തൊക്കെയുണ്ട് അതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതാണ് സ്നോക്ലിംഗ്. ഒരു രക്ഷയില്ലാത്തൊരു അനുഭവം തന്നെയാണ് കേട്ടോ. ഗേസ്, നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ലക്ഷദ്വീപ് എക്സ്പ്ലോർ ചെയ്യണമെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം അത്രയും നമുക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത അനുഭവമായിരിക്കും അത്. അത്രയും മനോഹരമാണ്. അതാ മോനെ, 1.5 കടൽ വെള്ളേരിയാണെന്ന് തോന്നുന്നത്. കണ്ടില്ലേ? അമ്മോ, നമ്മളെ രാജേട്ടത പൊക്കി കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണ് അതിന്റെ വലിപ്പം? അത്രയും വലുതാവും കേട്ടോ. ഇത് ലക്ഷങ്ങൾ വിലയുണ്ടെന്നാണ് കേട്ടിട്ടുള്ളത്. നമ്മൾ മാർക്കറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ. ഇതൊരു ഇൻഫർമേഷൻ അല്ല, എന്നാലും എല്ലാവർക്കും അറിയായിരിക്കും. കാരണം ഇതിനെ തൊടാനൊന്നും പാടില്ല. ഞാൻ പറഞ്ഞല്ലേ, ഒരു എക്സൈറ്റ്മെന്റിൽ ചെയ്തതാണ്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇതിനെ കാണുന്നത്. അതുകൊണ്ട് മാത്രം ഞാൻ എടുത്തതാണ്. കണ്ടില്ലേ, അതിന്റെ ബേക്കുന്ന എന്തോ ഒരു പശ പോലെ. അത് ശരിക്കും ഫെവിക്കോൾ.
നമ്മളെ ഫെവിക്കോൾ എങ്ങനെയാണോ അതേപോലെയാണ് അത്. ഇതൊക്കെ അതിൽ നിന്ന് ഉണ്ടാക്കും എന്നല്ല പറയുന്നത്, മരുന്നുണ്ടാക്കും മറ്റും പിന്നെ എന്തൊക്കെയോ ഉപയോഗിക്കാൻ പറ്റും എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. കണ്ടല്ലേ, ശരിക്കും പറ്റുന്നു നമ്മളെ കയ്യിൽ. ശരിക്കും ഫെവിക്കോൾ എന്താണോ അതേപോലെ പെട്ടെന്നൊന്നും കയ്യിൽ നിന്ന് പോവില്ല, തൊടാൻ പാടില്ല. ശരിക്ക് ആദ്യമായിട്ടാണ് ടച്ച് ചെയ്തതാണ്. സ്പർശിക്കുമ്പോ തൊടുമ്പോഴേ ഗമ്മ് പുറത്തേക്ക് പോകും, ഓട്ടോമാറ്റിക് വരും. ആ, അപ്പൊ ഇതിനെ പിടിക്കുന്നതും ഇതിനെല്ലാം വേണ്ടിട്ടാ? അല്ല, ഇനി മാർക്കറ്റിൽ ഭയങ്കര വിലയല്ലേ, കോടികൾ. അത് എന്തിനെ കൊണ്ട് ചെയ്യും, ഉപകാരം എന്താ ചെയ്യുന്നത്? 2 വർഷം 3 വർഷം ജയിലിടും അല്ലേ? അല്ല, ഇതിനെ കൊണ്ട് എന്താ ചെയ്യുന്നത്? ഇത് മെഡിസിൻ അല്ലേ? മെഡിസിനാണ്. ചൈനക്കാരൊക്കെ കൊടുത്താണ്. നമുക്ക് നമ്മൾ കഴിക്കില്ല, ഇന്ത്യക്കാരെ കണ്ടോ? സെറ്റ്. അയ്യോ, ഇത് കുക്കുംബറ. കുറച്ച് പേര് നിങ്ങളെ ഭാഷയിലൊന്ന് പറയാ പറ്റുമെന്ന് പറഞ്ഞാൽ ഒരു വീഡിയോ പിടിക്കണം, എന്തെങ്കിലും ഇതിനെപ്പറ്റി പറഞ്ഞാൽ മതി. ഇപ്പൊ ഈയിലെ ഡെപ്ത് ഇല്ലാത്ത ഡയാണ്ട് ഇത് ഷാലോ വാട്ടറാണ്. അപ്പോൾ നമുക്ക് സ്നോർക്കിൾ ചെയ്യണമെങ്കിൽ നമുക്ക് ഈയിലെ വന്ന് ശീലം, ഡൈവ് എങ്കിൽ നമുക്ക് കുറേ അങ്ങേക്ക് പോകണം, ഡീപ് സീയിലേക്കാണ് ഡൈവും പോകുന്നത്. താങ്ക് യു. ഞങ്ങളിപ്പോൾ കൽപ്പേൻ ദ്വീപിലുള്ള ഒരു പിറ്റി എന്ന് പറയുന്ന ദ്വീപിലാണുള്ളത്. ഗസ്റ്റിനെ ഞങ്ങൾ സാധാരണ സ്നോക്കിളിങ്ങിന് കൊണ്ടുവരുന്നത് ഈ ഏരിയയിലാണ്. ഇപ്പോൾ ഇച്ചിരി ലോ ടൈഡ് ആയതുകൊണ്ട് സ്നോക്കിളിങ്, എന്നാലും ഇവർ ഗസ്റ്റൊക്കെ വളരെ ഹാപ്പിയാണ്. ഇതിനേക്കാൾ കൂടുതൽ വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ നല്ല ഒരു രസം ഉണ്ടാകുമായിരുന്നു, ഇതിനേക്കാൾ മുകളിൽ കൊണ്ട് നീന്താനും. ഓക്കെ, ഇതാണ് നമ്മുടെ ഫ്രണ്ട്സ്. ഇവര് ഇവിടെ സ്നോർക്ലിംഗ് ചെയ്യുന്ന ഗൈഡ്സ് ആണ്. നല്ല ആൾക്കാരാണ്, മാക്സിമം എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. താങ്ക് യു. പേരൊന്ന് പറഞ്ഞേക്ക്. മുസ്തഫ സലീം. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുള്ളത് സലീമിക്കും മുസ്തഫയ്ക്കുമാണ്. അവരിവിടുത്തെ ടൂറിസ്റ്റ് ഗൈഡാണ്. വളരെ കെയർഫുൾ ആയിട്ടും വളരെ ശ്രദ്ധിച്ചിട്ടാണ് അവർ ഇവിടുത്തെ ഗസ്റ്റുകൾക്ക് ആക്ടിവിറ്റീസും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊന്നും പേടിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല, വളരെ എൻജോയ് ചെയ്തു. അപ്പോൾ ഗേസ്, നല്ല ക്രിസ്റ്റൽ ക്ലിയർ വെള്ളത്തിൽ നമ്മളിങ്ങനെ ആർമാദിക്കുകയാണ്. ഭയങ്കര സന്തോഷമുണ്ട്, ഭയങ്കര രസമാണ്. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിവിടെ വരണം. അങ്ങനെ ആക്ടിവിറ്റീസും കാര്യങ്ങളും കഴിഞ്ഞ് നമ്മൾ റിസോർട്ടിലേക്ക് തിരിക്കുകയാണ്. അടിപൊളി വ്യൂ ആണ് കേട്ടോ. വെള്ളം നോക്കിയ പളുങ്ക് പോലെ നമുക്ക് തോന്നും, അത്രയും രസമാണ് വാട്ടർ കാണാൻ. കടൽ അത്രയും ഭംഗിയാണ്. അങ്ങനെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ റിസോർട്ടിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇനി ഒന്ന് കുളിക്കണം. കുളിക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇതാണ് ബാത്റൂം, ടോയ്ലറ്റ്, ബാത്റൂം. ഇവിടെ നമുക്ക് ആക്ടിവിറ്റീസ്, ഇപ്പോൾ കടൽ വെള്ളമായത് തന്നെ നമുക്ക് ഫ്രഷ് ആവണമല്ലോ, അതിനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. നമുക്ക് ഇവിടെ ഫ്രഷ് വാട്ടറും അതേപോലെ തന്നെ നമുക്ക് കുളിച്ച് ഫ്രഷ് ആവാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇതാ ഈ ബാത്റൂം നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഗെയ്സ്, കൽപ്പനയിലെ ഫസ്റ്റ് ഡേ കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. ഇനി ഇനി 3rd പാർട്ട് 4, 5 അങ്ങനെ പാർട്ടായിട്ടായിരിക്കും വീഡിയോസ് ഉണ്ടാവുക. ഫസ്റ്റ് പാർട്ടായ കപ്പലിലെ കാഴ്ചകളും പിന്നെ പാക്കേജ് ഡീറ്റെയിൽസ് ഒക്കെ കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക. ഇനി കണ്ടിന്യൂ ഉള്ള വീഡിയോസ് കാണണമെന്ന് അപേക്ഷിക്കുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇനി കൽപ്പനയിലെ കയാക്കിംഗ്, അതേപോലെ സ്കൂബ ഡൈവിംഗ്, പിന്നെ കവരത്തിയിലെ കാഴ്ചകൾ എല്ലാം തന്നെ പാർട്ടായിട്ട് വരുന്നതായിരിക്കും. ബൈ.